അസ്സലാമു നമുക്കെല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇത്. ചെറിയ സ്ഥലത്ത് നിന്ന് നമുക്ക് ആവശ്യമായ പച്ചക്കറി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവേ. പുറത്ത് നിന്ന് വെറുതെ ഫാസ്റ്റ് ഫുഡ് അടിച്ചിട്ട് നമ്മുടെ ആരോഗ്യം എന്തിനാ ഇങ്ങനെ പോക്കുന്നത്? വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പച്ചക്കറി ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ തന്നെ നല്ലൊരു സുഖമായിരിക്കുമേ. അതുകൊണ്ട് കഴിവതും നമ്മൾ വീട്ടിൽ തന്നെ പച്ചക്കറി ഉണ്ടാക്കി അതിൽ തന്നെ വിളവെടുത്ത് പച്ചക്കറിയോ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാനാണ് കൂടുതൽ ശ്രമിക്കേണ്ടത്. പുറത്തുനിന്ന് ഇപ്പോൾ കുട്ടികളൊക്കെ പുറത്തുനിന്ന് കൂടുതലും ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിച്ച് അസുഖങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. പിന്നെ ഓഫീസിൽ പോകുന്നവരും അങ്ങനത്തെ ഭക്ഷണത്തിന് ഇപ്പോൾ യാതൊരു കൺട്രോളും ഇല്ലാണ്ട് എല്ലാവരും ഫാസ്റ്റ് ഫുഡിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്നൊന്നും ഇങ്ങനെ പച്ചക്കറി ഉണ്ടാക്കാനും ഇപ്പോൾ ഒന്നും ആർക്കും ടൈമില്ലാത്തൊരവസ്ഥയാണ് കണ്ടുവരുന്നത്. നമ്മൾ ചെറിയ സ്ഥലമാണെങ്കിലും അവിടെ വീട്ടിൻ്റെ ടെറസിൻ്റെ മേലെയും ഇങ്ങനെ കൃഷി ചെയ്യാറുണ്ട്. ചെറിയ സ്ഥലമുള്ളവർക്ക് വീട്ടിൻ്റെ മേലെയും കൃഷി ചെയ്യാൻ പറ്റുമേ. അതുപോലെ തന്നെ നമ്മളിപ്പം കൂടുതൽ ഉണ്ടാക്കി വന്നത് കക്കിരി, കോവയ്ക്ക, വെണ്ടയ്ക്ക, പയർ ഇങ്ങനത്തെ സംഗതിയാണ് കൂടുതൽ ഉണ്ടാക്കിയത്. തക്കാളി ഒരു മാസം ആകുമ്പോഴത്തേക്ക് നന്നായി വരുവേ. എന്നാലും വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കി പറിച്ച് അതൊക്കെ കറിയൊക്കെ വെക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരിക്കില്ലേ, ഇങ്ങനെ വിളവെടുക്കുമ്പോഴൊക്കെ. അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കീനെ. ഓരോ പ്രാവശ്യം ഓരോ ഐറ്റംസാണ് ഉണ്ടാക്കൽ. പക്ഷേ ഇപ്രാവശ്യം കൂടുതൽ നല്ലോണം വിളവെടുക്കാൻ കിട്ടിയേ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റൊക്കെ ചെയ്യണേ. അടുത്ത വീഡിയോ ഇനിയും നമ്മൾ വീട്ടിൽ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ വിളവെടുപ്പ് ഞാൻ കാണിച്ചു തരാവേ. എല്ലാവരും പുറത്തുനിന്നുള്ള ഭക്ഷണം കൂടുതൽ ഉപയോഗം കുറച്ചിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാനാണ് കൂടുതൽ ശ്രമിക്കേണ്ടത്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ജൈവകൃഷി ഒരു ശീലമാവട്ടെ നമ്മുടെ ജീവിതം നമുക്ക് സുരക്ഷിതമാക്കി വെക്കാൻ പറ്റുമേ. കഴിവതും നമ്മൾ വീട്ടിൽ തന്നെ പച്ചക്കറി ഉണ്ടാക്കാൻ നോക്കണേ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ.